ഹായ് ഗൈസ്, ഞായറാഴ്ചത്തെ ഞങ്ങളുടെ ചെറിയ ചെറിയ സന്തോഷങ്ങളാണ് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ ദേ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ദേ ഒരു ട്രിപ്പ് പോവുകയാണേ. അപ്പോൾ ഇക്കു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെയെല്ലാം നേരത്തെ തന്നെ ഭയങ്കര പ്രീ പ്ലാൻഡ് ഒന്നും അല്ല കേട്ടോ. എല്ലാം പെട്ടെന്ന് എന്താണ് തോന്നണേ അങ്ങനെ ചെയ്യുന്ന ഒരാളാണ് കേട്ടോ. അതുപോലെ തന്നെ എല്ലാം ഭയങ്കര പ്ലാൻ ചെയ്തിട്ടുള്ള സംഭവങ്ങളൊന്നുമില്ല. ചിലപ്പോൾ എല്ലാം പെട്ടെന്നായിരിക്കും, അങ്ങനെ ആയിരിക്കും കേട്ടോ. അപ്പോൾ ശനിയാഴ്ച വൈകിട്ട് വന്നപ്പോഴത്തേക്കും എന്നോട് പറഞ്ഞ് നാളെ ഒരു സ്ഥലം പോകാമെന്ന് പറഞ്ഞു. എവിടെയാണെന്ന് തീരുമാനിച്ചോ എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ അങ്ങനെ പറഞ്ഞപ്പോൾ രാത്രി കേട്ടോ. അപ്പോൾ ഞാൻ അങ്ങനെ പറഞ്ഞപ്പോഴേക്കും ഞാൻ 2-3 പ്ലേസൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എൻ്റെ സജഷൻ എന്ന് പറഞ്ഞാൽ ഇച്ചിരി ലോങ് ആയിരിക്കും. അപ്പോൾ പറഞ്ഞു അത്രയും ലോങ് ഒന്നും വേണ്ട, അത് നമുക്ക് പിന്നെ പോകാം, അടുത്ത് പറയാൻ പറഞ്ഞു. അങ്ങനെ പിന്നെ ഞങ്ങളത് അതിരപ്പള്ളി വാഴച്ചാലാണ് കേട്ടോ പോകുന്നത്. അത് ഞാൻ പോയിട്ടുണ്ട് നേരത്തെ കോളേജിൽ നിന്ന്. പക്ഷേ ഐറൂനെയും മെഹ്റൂനെയും ഒന്നും ഇതുവരെ കൊണ്ടുപോകാൻ പറ്റിയിട്ടില്ല കേട്ടോ. അപ്പോൾ ഉമ്മച്ചിനോട് ചോദിച്ചപ്പോൾ ഉമ്മച്ചിയും വരാമെന്ന് പറഞ്ഞ്. അങ്ങനെ ഉമ്മച്ചി അങ്ങനെ ഞങ്ങളുടെ അങ്ങനെ ഇങ്ങനെ വരാറൊന്നുമില്ല കേട്ടോ ചോദിച്ചാലും. അങ്ങനെ ഇപ്രാവശ്യം വന്നിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ ആദ്യം തന്നെ ഏഴാറ്റുമുഖത്താണ് കേട്ടോ പോയത്. അങ്ങനെ ഏഴാറ്റുമുഖത്ത് പിള്ളേർക്ക് കളിക്കാനുള്ള കുറച്ച് റൈഡൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് അവിടെ അടിപൊളി ഒരു തൂക്കുപാലാണ് കേട്ടോ. തൂക്കുപാലത്തിൻ്റെ മേളിൽ കയറി നിന്നിട്ട് കാണുന്ന കാഴ്ച എന്ന് പറഞ്ഞാൽ നല്ല രസമാണ് കേട്ടോ. നമുക്ക് ശരിക്കും നിന്ന് കാണാനായിട്ട് തോന്നും കേട്ടോ. എനിക്ക് ഇതുപോലുള്ള കാഴ്ചകളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഇങ്ങനെ ആസ്വദിച്ച് കാണുന്ന ഒരാളാണേ. കുറേ നാൾ കൂടി ഞാൻ പറയുന്നതാണ് കേട്ടോ, ഇവിടെ ആതിരപ്പള്ളി ഒന്ന് പോകാമെന്ന്. പിള്ളേർക്ക് അവിടെ വെള്ളത്തിലൊക്കെ കളിക്കാമല്ലോ. അങ്ങനെ അതെ ഞങ്ങൾ പോവാണ് കേട്ടോ. ഇതെന്താണെന്ന് ശരിക്കും മനസ്സിലായിട്ടില്ല. ഇപ്പോൾ കണ്ടില്ലേ, അത് പനന്തങ്ങാണോ എന്ന് നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഒന്ന് പറയണം കേട്ടോ. അപ്പോൾ ഞങ്ങളിതേ സിൽവർ സ്റ്റോമിൻ്റെ തൊട്ടടുത്ത് തന്നെ കേട്ടോ ഫുഡ് കഴിക്കാൻ പോയിട്ടുണ്ടായിരുന്നത്. ഞങ്ങൾ ചിക്കൻ ബിരിയാണി ആയിട്ടോ, ഉമ്മച്ചി ബീഫാണ് വാങ്ങിച്ചത്. ഞങ്ങൾ 4 പേരും ചിക്കൻ ബിരിയാണി ആയിട്ടോ കഴിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനത്തേക്ക് ടിക്കറ്റ് എടുക്കാൻ പോയപ്പോഴേക്കും അവിടെ 2 അതിഥികൾ നിൽപ്പുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ അതിരപ്പള്ളി എത്തിയിട്ടുണ്ട്. അവിടെ നിന്ന് കുറേ നടക്കാനുണ്ടല്ലോ. ശരിക്കും ഈ ഒരു പ്ലേസ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഒരുപാട് ഓർമ്മകൾ ഉള്ള ഒരു പ്ലേസാണ് കേട്ടോ. കാരണം ഞങ്ങൾ ഫ്രണ്ട്സൊക്കെ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ എൻ്റെ മനസ്സിലൂടെ കടന്നു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആദ്യം ഉമ്മച്ചി താഴത്തേക്ക് ഇറങ്ങി വരുന്നില്ല എന്ന് പറഞ്ഞ് അവിടെ ഇരുന്നേ. അപ്പോഴേക്കും ഇക്ക പറഞ്ഞു വേണ്ട, വിളിച്ചിട്ട് വരാൻ പറഞ്ഞു. അങ്ങനെ വിളിച്ചിട്ട് ഉമ്മച്ചി അവിടെ മേളിൽ ഇരിപ്പുണ്ടായിരുന്നു. അങ്ങനെ പിള്ളേർ കളിയൊക്കെ ആയിട്ട് ഇരിപ്പുണ്ട്. പിന്നെ വാട്ടർഫോൾ കാണാനൊന്നും ഉമ്മച്ചി വന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങോട്ട് ഇറങ്ങി പോകുന്നത് നല്ല പാടുള്ളൊരു കാര്യമാണല്ലോ. ശരിക്കും ഈ ഒരു വാട്ടർഫോൾ ഇങ്ങനെ കണ്ടിരിക്കാൻ തോന്നും അല്ലേ. ഞാൻ കുറേ നേരം മാറി ഇങ്ങനെ ഇരുന്നു കേട്ടോ. നല്ല ഒരു പ്രത്യേക വൈബാണല്ലേ. അവിടെ നിന്ന് ഇറങ്ങി ഞങ്ങൾ തൊട്ടടുത്തൊരു വെള്ളച്ചാട്ടം കൂടി ഉണ്ടെന്ന് പറഞ്ഞിട്ട് അതാണ് കേട്ടോ ഈ കാണുന്നത്. അവിടെ ഒന്ന് പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് പിന്നെ നമ്മൾ തിരിച്ചു പോന്നു കേട്ടോ. ഒരു 7 മണിയൊക്കെ ആയപ്പോഴേക്കും അവിടെ നിന്ന് നമ്മൾ തിരിച്ചു പോന്നിട്ടുണ്ടായിരുന്നു. നല്ല തിരക്കായിരുന്നു. അത്യാവശ്യം സൺഡേ അല്ലേ, നല്ല തിരക്കായിരുന്നു. അങ്ങനെ ഞങ്ങൾ തുറവൂർ വന്നിട്ടുണ്ട്. എപ്പോഴും എല്ലാ ദിവസവും പാലൊക്കെ മേടിക്കുന്ന കടയാണ് കേട്ടോ. അപ്പോൾ അവർക്ക് ഐസ്ക്രീമൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ തിരിച്ചു പോരുവാണേ.